ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാം. ആക്ച്വലി ഇതെൻ്റെ റെസിപ്പിയല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ്. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇപ്പോൾ 2-3 തവണയായി ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മോശം വരില്ലല്ലോ. എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് കുക്കിംഗ് പഠിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും യൂട്യൂബ് നോക്കി പഠിച്ചതല്ലേ. ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബ് നോക്കി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് വൻ ഫ്ലോപ്പായിരിക്കും. പിന്നെ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി പഠിച്ചത്. ചില സമയത്ത് അത് ഫ്ലോപ്പായിരിക്കും, ചില സമയത്ത് നല്ല ഓക്കെ ആയിട്ട് വരും. എൻ്റെ കുക്കിങ്ങിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ എന്തുണ്ടാക്കിയാലും നിങ്ങളതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എന്നോട് ചോദിച്ചാൽ എനിക്ക് മേലോട്ട് വെക്കേണ്ടി വരും. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഒന്നിനും പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഇല്ല എന്ന് വിചാരിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചിടുന്നല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനതിൽ കോൺഫിഡൻ്റാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഒരാൾ ആസ്വദിച്ച് കഴിക്കുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെപ്പോഴും കുക്കിംഗ് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അല്ലാണ്ട് ഇതൊരു നമുക്കൊരു പണിയാണ് അല്ലെങ്കിൽ നമ്മൾ ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. നമുക്കെല്ലാവർക്കും കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും നമ്മളെ മടുപ്പ് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്ലീനിങ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരട്ടെ. നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമല്ലോ. ആ സമയത്ത് നമ്മൾ ബാക്കി വരുന്ന പാത്രങ്ങളും കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഇങ്ങനെ ക്ലീനാക്കി വന്നാൽ ലാസ്റ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യമില്ലേ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒരു സമയത്ത് തന്നെ നമ്മൾ കുക്കിങ്ങും നടക്കും, ക്ലീനിങ്ങും നടക്കും. പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് സാധനങ്ങൾ അവിടെയോടും വലിച്ചു വാരിയിടാണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അത്യാവശ്യം നല്ല ക്ലീനായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വലിയ പണികൾ ഉണ്ടാവില്ല. അങ്ങനെ ഇതെൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. താങ്ക് യു.